വാർ 2 ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഈ സിനിമ കാണാൻ ഞാൻ ഒരു കമ്പനി നോക്കിയിട്ട് ആരെയും കിട്ടാതെ ലാസ്റ്റിൽ ഒറ്റയ്ക്ക് പോയിരുന്നാണ് ഞാനിത് കണ്ടത്. ആരും കൂടെ വരാത്ത എന്തായാലും നന്നായി, കാരണം അവരുടെ വായിലിരിക്കുന്നതും കൂടെ ഞാൻ കേൾക്കേണ്ടി വന്നത്. ഈ സിനിമ YRF സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇതുവരെ ആ യൂണിവേഴ്സിലുള്ള ഏറ്റവും മോശപ്പെട്ട സിനിമ ഇത് തന്നെയായിരിക്കും. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത അയൻ മുഖർജി ആണല്ലോ ഈ സിനിമ എടുത്തത്. വേക്കപ്പ് സിദ്, യേ ജവാനി ഹേ ദിവാനി, ബ്രഹ്മാസ്ത്ര എന്നുള്ള അടിപൊളി സിനിമകളൊക്കെ എടുത്ത ഒരു ഡയറക്ടറിന്റെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സിനിമയുടെ ടീസർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അല്പം കയ്യിൽ നിന്ന് പോയതാണെന്ന്. എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സ്റ്റോറി ലൈനും ഇമോഷണൽ കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ സിനിമയെ രക്ഷപ്പെടുത്തിയെടുക്കുമെന്ന്. പക്ഷേ ഇല്ല, പറയാതിരിക്കാൻ വയ്യ, കയ്യിൽ നിന്ന് പോയി മൊത്തത്തിൽ. സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റ്സ് കണ്ടപ്പോൾ ചെറിയ പ്രതീക്ഷയൊക്കെ തന്നായിരുന്നു. ഓക്കെ, വലിയ കുഴപ്പമില്ല, ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവിടെ നിന്ന് ഹൃത്തിക് റോഷൻ ക്രഷിലുള്ളതുപോലെ പറക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി പണി പാളി തുടങ്ങി. ബേസിക് സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഇറങ്ങിയ YRF സ്പൈ യൂണിവേഴ്സിലെ ബാക്കി സിനിമകളിലുള്ള പോലെ തന്നെ സെയിം സ്റ്റോറി ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഇതിന്റെ ആക്ഷൻ സെറ്റ് പീസസ് ആണ്. വേറെ ലെവൽ ഐറ്റമാണ്. ഇതിൽ പറക്കുന്ന എയറോപ്ലെയിന്റെ മേളിൽ നിന്ന് കൂളായിട്ട് അവർ നിന്ന് ഫൈറ്റ് ചെയ്യുക. അതും പോട്ടെ, ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ട് F1 ട്രാക്ക് റേസിൽ കൂടെ ഓടിച്ചു പോയി ചേസ് സീനും നടത്തുന്നു. ഇതൊക്കെ എന്താ, ആൾക്കാർക്ക് ബോധമില്ലെന്നാണോ ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ശരിയാണ്, ലോജിക്ക് നോക്കേണ്ട കാര്യമില്ല, എന്നാലും കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടി. ഇതിൽ വേറൊരു കാര്യം ജൂനിയർ NTRന്റെ ഇൻട്രോ സീനാണ്. പുള്ളി ഷർട്ടും പാരഷൂട്ടും എല്ലാം ഊരിക്കളഞ്ഞ് ഒരു ഡ്രോണിൽ തൂങ്ങിപ്പിടിച്ച് പറന്ന് വരെയാണ്. പറന്ന് വന്ന് പാരഷൂട്ടും ഇല്ല, ഒന്നുമില്ലാതെ ചുമ്മാ വന്നങ്ങ് ഒരു ഷിപ്പിലോട്ട് ലാൻഡ് ചെയ്യുന്നു. എന്നിട്ട് VFXലുള്ള 6 പാക്ക് ആപ്സും കാണിച്ച് ബോഡിയും കാണിച്ച് നടക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം അതൊരു ഗെയിമിലെ ക്യാരക്ടറിനെ പോലെ ആയിരിക്കുന്നത്. ഒരു ഒറിജിനാലിറ്റി തോന്നത്തില്ല. ആദിപുരുഷന്റെ ലെവലിലൊക്കെയാണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയൊക്കെ ലാസ്റ്റിൽ ഇവരിരുന്ന് കാണുമ്പോൾ ഇവർക്ക് തന്നെ തോന്നാറില്ല ഇത് എന്ത് മണ്ടത്തരോ അവര് എടുത്തു വെച്ചിരിക്കുന്നതെന്ന്. സാധാരണ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കൂലേ, അല്ലെങ്കിൽ ഇതൊരു സ്പൂഫ് പടമായിട്ടാണോ അവർ ഇറക്കിയത് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ അവർക്ക് വരത്തില്ല. അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന് തോന്നത്തില്ല ഇത് എന്ത് തേങ്ങയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവർ സ്പൈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാം സ്പൈ ആണ്, അണ്ടർ കവറിലാണെന്ന് പറയുകയും ചെയ്യും. എല്ലാ രാജ്യത്തും പോയിട്ട് അവിടെ ഉള്ള ബ്ലാസ്റ്റും ബഹളവും ഇത്രയും എക്സ്പോസ്ഡ് ആയിട്ട് ആക്ഷൻ സീക്വൻസും കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഇവർ സ്പൈ ആണ്, അണ്ടർ കവർ ഓപ്പറേഷൻസിലാണ്. ആ രാജ്യത്തൊന്നും വേറെ സ്പൈയും ഇല്ല, പോലീസും ഇല്ല, അങ്ങനെ ഒരു അന്വേഷണവും ഇല്ല. ഇവർക്ക് തോന്നിയെടുത്ത് തോന്നിയതുപോലെ നടക്കാം, എന്തും ചെയ്യാം. എന്തായാലും ഇത് കണ്ട് എൻ്റെ 3 മണിക്കൂർ പോയത് മെച്ചം. ഈ സിനിമ OTTയിൽ ഇറങ്ങുമ്പോൾ എന്തായാലും കുറെ അടിപൊളി ട്രോളൊക്കെ വരുന്നതായിരിക്കും. ഞാൻ അതിനു വേണ്ടിയാണ് ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത്. അത് ഇതിനേക്കാളും എത്രയോ എന്റർടൈനിങ് ആയിരിക്കും.